ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചവ്വരി പായസമാണ്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു പായസം ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. സാബുദാന ഖീർ എന്നാണ് ഇതിന് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത്. ഹിന്ദിയിൽ പറയുന്നതാണ് ചവ്വരിക്ക് സാബുദാന എന്ന്. എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചവ്വരി പായസം തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ആദ്യം നമുക്ക് ഒരു കപ്പ് ചവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അതിനകത്തുള്ള ആ ഒരു പശപ്പൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നിട്ടിത് 1/2 ലിറ്റർ പാലിൽ ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 1 അവർ നേരം നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് 2 ലിറ്റർ പാല് ഒരു കടായിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സോക്ക് ചെയ്യാനും തിളപ്പിച്ച പാൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പാല് കുറുക്കിയെടുക്കുന്നതിനും തിളപ്പിച്ചെടുത്ത പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ കുറുക്കിയെടുക്കണം. അപ്പോൾ അടി പിടിക്കാത്ത തരത്തിലുള്ള പാത്രം ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരിക്കും. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ 1 മണിക്കൂർ നേരമാണ് ഞാനിപ്പോൾ ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ചവ്വരി. അത് ആ പാലോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അടി പിടിക്കാത്ത തരത്തിൽ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇത് ഇപ്പോൾ ഉള്ള ഈ ഒരു പാലിൻ്റെ അളവിൽ നിന്ന് നമുക്കിത് നല്ലപോലെ റെഡ്യൂസ് ചെയ്ത് വരണം, കുറുക്കിയെടുക്കണം. കുറച്ചധികം ടൈം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചവ്വരി വെന്ത് നമ്മുടെ ഈ പാലിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞു വരണം. നല്ലപോലെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തില്ല. നമ്മൾ കടലയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ വറുത്തെടുത്തിട്ടുള്ളതാണ് കാഷ്യൂനട്ട്. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള പിസ്തയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 400 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 400 ഗ്രാം ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യത്തിനൊരു മധുരം ഉണ്ടാവും. പക്ഷെ പായസമാകുമ്പോൾ കുറച്ചൊക്കെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 150 ഗ്രാം കൂടെ വേണമെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഈ ഒരു തിക്നെസ്സിൽ പായസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ശരിക്കും ചവ്വരി പായസം എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒന്നുകൂടെ കുറുക്കിയെടുക്കാം. അതല്ല ഈ ഒരു രൂപത്തിൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ശരിക്കും ചവ്വരി പായസം നല്ലപോലെ കുറുകി നല്ല തിക്കായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നല്ലപോലെ കുറുക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി എന്നുള്ളവർ നിങ്ങൾക്കിത് ഈ ഒരു പരുവത്തിൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചവ്വരി പായസം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇത് ഒഴിച്ചു വെക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാം. ഞാൻ പറഞ്ഞ പോലെ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടോ അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടോ നമുക്ക് നമ്മുടെ ഒരു
മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിന് മുകളിൽ കുറച്ച് കാഷ്യൂനട്ട് വറുത്തതും അതുപോലെ തന്നെ കിസ്മിസ് വറുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ സാഫ്രോൺ കുങ്കുമപ്പൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇതുപോലെ കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും നമുക്ക് ഈ ചവ്വരി പായസം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഓണത്തിന് എല്ലാവർക്കും ഒരു സ്പെഷ്യലായിട്ട് എപ്പം തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ദിവസം ഓരോ പായസങ്ങളൊക്കെ തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഇത്തവണ നമുക്ക് ഈ ഓണത്തിന് ഈ ഒരു ചവ്വരി പായസം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.